എന്റെ 25 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഒരേ ഒരു തെറ്റ് സംഭവിച്ചു. എന്റെ മകളെ നായികയാക്കാമോ എന്ന് ചോദിച്ച ഒരു സ്ത്രീയോട് ഞാനൊന്ന് ആവശ്യപ്പെട്ടു. അത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അവര് ഇങ്ങോട്ട് തന്നെ പറഞ്ഞതാണ്. ഹലോ, നമസ്കാരം. ഞാൻ പ്രതാപനാണ്, ഒരു പ്രൊഡ്യൂസറാണ്. തമിഴ്നാട്ടിൽ വന്ന് 40 വർഷമായി. ഞാൻ സിനിമയിൽ പുതിയ ആളാണ്. ഡയറക്ടർ രാജൻ ബോസിനെ നേരത്തെ എനിക്കറിയാം. അദ്ദേഹം നവംബർ മാസത്തിൽ ഒരു സിനിമാ പൂജ നടത്തിയിരുന്നു, അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഞാനിപ്പോൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ്. വണക്കം. താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതെ 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 നിങ്ങൾ മലയാള സിനിമയിലെ നിർമ്മാതാക്കളെ കളിയാക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കളിയാക്കിയതല്ല, കളിയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ? എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇവിടെ ശരിക്കും തെറ്റിനും പ്രസക്തിയില്ല. സത്യങ്ങൾ ഞാൻ കാണുന്ന, ഞാൻ മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. താങ്കളെ പറ്റിയും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു കുറ്റപത്രിക കണ്ടു, അത് ശരിയാണ്? അത് ഞാനും കണ്ടു. അന്ന് നമ്മളെ പൂജ സമയത്ത് ഒരുത്തന്നെ ചെരുപ്പമാല അണിയിച്ച് വിചാരണ ചെയ്തില്ലേ, അവനാ അടി കൊണ്ടതിന്റെ പ്രതികാരമാണ്. ശരി ശരി, മനസ്സിലായി. ഞാനൊരു വ്യത്യസ്തനാണ് കേട്ടോ. ഞാൻ എല്ലാരും ചെയ്യുന്നത് ഞാൻ ചെയ്യാറില്ല. അത് സിനിമയിലും ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ആലോചിക്കുക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക, അതൊക്കെയാണ് എൻ്റെ ഒരു സിസ്റ്റം. ഞാനൊരു മിലിറ്ററിക്കാരാണ്. ആ ഒരു ഗട്ട്സ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ചിലർക്ക് എന്നെ ഇഷ്ടപ്പെടില്ല, അതെനിക്ക് പ്രശ്നവുമല്ല. ശരി, ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ലെങ്കിലും എനിക്ക് ചിലത് കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രൊഡ്യൂസർമാരെയാണ് കുറ്റപ്പെടുത്തിയത്. ഇപ്പോ ഞാൻ കുറ്റപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സഹോദരങ്ങളെയാണ്, അതായത് പ്രേക്ഷകരെ. ഈ താര ആരാധനയുണ്ട്, അത് വളരെ അപകടം ചെയ്യും. ഇന്ന് സിനിമയുടെ ശാപം അത് തന്നെയാണ്. നിങ്ങൾക്ക് നല്ലൊരു സിനിമ പോലെ അത് ആരഭിനയിച്ചതെന്താണ്? ഈ വന്ന ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ പുതുമുഖങ്ങളായിട്ട് വന്നവരല്ലേ, അവരെയൊക്കെ നിങ്ങൾ അംഗീകരിച്ചില്ലേ? ആ കണ്ടന്റ്, ആ സിനിമ, അതിന്റെ കഥ, അതിന്റെ ഡയറക്ഷൻ, ഇതെല്ലാം ശരിയായതുകൊണ്ടല്ലേ നിങ്ങൾ അംഗീകരിച്ചത്. അതുപോലെ തന്നെ അടുത്ത ഒരു നല്ല കഥ, നല്ലൊരു കഥാപാത്രം വരുമ്പോൾ അവരെയും നിങ്ങൾ അംഗീകരിക്കില്ലേ? അതല്ലേ വേണ്ടത്. അല്ലാതെ ആ പഴയ സൂപ്പർ സ്റ്റാറുകൾ തന്നെ അഭിനയിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് വളരെ മോശമാണത്. അത് നമുക്ക് അപകടം ചെയ്യുമത്. നല്ല കഥ സ്വീകരിക്കുക. അത് റോഡിൽ പോകുന്ന ഒരുത്തൻ ഒരു വായി നോക്കി പിടിച്ച് അഭിനയിപ്പിച്ചാലും ആ കഥ നല്ലതായിരിക്കണം. എന്റെ കോൺസെപ്റ്റ് അതാണ്. എനിക്ക് ഒരിക്കലും ഞാനൊരു സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് തേടി ഞാൻ പോകില്ല, മനസ്സിലായില്ലേ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ. അപ്പൊ ഇത് വളരെ പലരുടെയും ബന്ധമൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ട്. ഞാനത് സഹിക്കുന്ന ആളല്ല, ഞാൻ തന്നെ ഇത്തിരി ബന്ധമുള്ള ആളാണ്. അപ്പോ ഇത്തിരി മസിൽ പിടിക്കും. പിന്നെ അതല്ല ഇവിടെ പ്രശ്നം. നമുക്ക് നല്ലൊരു സിനിമ വേണം, അത് ആര് ചെയ്താലും അംഗീകരിക്കണം. പിന്നെ അവരുടെ ശമ്പളം കൊടുക്കുന്ന പ്രൊഡ്യൂസർമാരുടെ പരാതി. അപ്പൊ അവര് പ്രൊഡ്യൂസർമാരും തീരുമാനിക്കണം. അവർക്ക് അതിനുള്ള ഗട്ട്സ് വേണം. പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യണം, എന്നിട്ട് അതിന് നല്ല പബ്ലിസിറ്റി കൊടുത്തിട്ട് അത് റിലീസ് ചെയ്യണം. പിന്നെ എല്ലാരും കൂടെ ഒരു തീരുമാനം എടുക്കണം, വലിയ സ്റ്റാറുകളെ വെച്ച് സിനിമ എടുക്കുന്നില്ല എന്ന്. അപ്പൊ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നവരെ അവർ ചെയ്തോളും, അവർ ചെയ്തോട്ടെ. പിന്നെ ഡയറക്ടർമാരും കൂടെ അങ്ങനെ തീരുമാനിക്കാമെങ്കിൽ സിനിമാ ഫീൽഡ് ഒന്ന് വൃത്തിയാവും. സിനിമാ ഫീൽഡ് മൊത്തം ഒന്ന് ക്ലീൻ ആകും, ഒരു ശുദ്ധീകരണമാകും. ഇപ്പൊ എന്റെ ശരിയായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. പലർക്കും ഈ അഭിപ്രായം ബുദ്ധിമുട്ട് തോന്നും, എങ്കിലും ഞാൻ തുറന്നു പറയും. ഓക്കെ. താങ്കൾ സിനിമയിൽ ചാൻസ് കൊടുക്കാൻ പറഞ്ഞ ആരോടും പണം വാങ്ങിയിട്ടില്ലേ? സിനിമയുടെ പേരും പറഞ്ഞ് സിനിമയിൽ ചാൻസ് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ ആരോടെങ്കിലും പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്ന് ഞാൻ ഈ ഫീൽഡ് വിടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വല്ല വാർക്ക് പണിക്കും പോകും, മനസ്സിലായില്ലേ? അതുപോലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഞാനൊരു തെറ്റായ നോട്ടമെങ്കിലും നോക്കിയെന്ന് പറയട്ടെ, ഞാൻ ഈ ഫീൽഡ് വിടും. അപ്പോ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ. പിന്നെ
മദ്യപാനം മറ്റു ദുശീലങ്ങളൊന്നും ഇല്ല എന്ന് അവകാശപ്പെടുന്ന ആളാണ് ഞാൻ. പിന്നെ തൃശ്ശൂർക്കാരനൊരു വിനോദ് എന്റെ സുഹൃത്താണ്. ഞാൻ വേറൊരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അതിൽ അഭിനയിക്കാൻ വന്നതാണ്. അങ്ങനെ പരിചയം, വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. അപ്പൊ എന്റെ സിനിമയിൽ ഞാൻ എന്റെ ബാനറിൽ സിനിമ ചെയ്യുമ്പോൾ കോ പ്രൊഡ്യൂസറായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഇത്തിരി സാമ്പത്തികമൊക്കെ ഉള്ള കക്ഷിയായിരുന്നു. പിന്നെ എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പുള്ളി കുറച്ച് പൈസ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നു. പിന്നെ പുള്ളി പിന്മാറി നിൽക്കുകയാണ്. ഞാൻ ഫോൺ ചെയ്താലും എടുക്കാത്തൊരവസ്ഥയിലാണ്. അപ്പോ എന്നാലും ഞാൻ അയാളെ കൈവിടില്ല. സിനിമ ചെയ്യുമ്പം അദ്ദേഹം കൂടെ ഉണ്ടാവും. പിന്നെ ഈ നവംബർ മാസം 3-ാം തീയതി കഴിഞ്ഞ് പൂജ നടത്തിയിരുന്നല്ലോ, ഒരുത്തനെ വിചാരണ ചെയ്തില്ലേ, ആ പൂജയ്ക്ക് പങ്കെടുത്ത ഒരു മൈക്കിൾ ഫ്രം കൊച്ചിൻ, അയാള് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് പുള്ളിയുടെ ജോലി. അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ എനിക്കൊരു വേഷം തരണേ, തരക്കടില്ലാത്തൊരു വേഷം. ഞാൻ പറഞ്ഞ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് പൈസ ഒന്നും എന്റെ ചോദിക്കല്ലേ സാറേ, എന്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പൈസ അങ്ങനെ ആരോടും സിനിമ വേഷം കൊടുക്കാന്ന് പറഞ്ഞ് പൈസ ചോദിക്കാറില്ല. പിന്നെ പേഴ്സണലായിട്ട് ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയാണ് ചെയ്യുന്നത്. അതൊരു 2 പ്രൊഡ്യൂസർമാരുണ്ട് സിനിമയ്ക്ക് വേണ്ടി, അതുകൊണ്ട് അവർ ചെലവാക്കിക്കൊള്ളും, നിങ്ങൾ പൈസ ഒന്നും തരണ്ട. എനിക്ക് പേഴ്സണലായിട്ട് അവരോട് ചോദിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. അങ്ങനെ മൈക്കിൾ എനിക്ക് ഒരു ചെറിയ എമൗണ്ട് എനിക്ക് തരുകയും ചെയ്തു. അപ്പോ അതല്ലാതെ എനിക്ക് ആരെങ്കിലും ഞാൻ ഇങ്ങനെ സിനിമയ്ക്കെന്ന് പറഞ്ഞിട്ട് ആരുടെയൊന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, പിന്നെ ഓഡിഷൻ നടത്തിയോ, ഇതൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് പലരും. എന്റെ വിചാരണ നടത്തിയില്ലേ, ഒരുത്തനെ തല്ലു കൊടുത്തില്ലേ, അവൻ എന്റെ പേരും പറഞ്ഞ ഓഡിഷൻ നടത്തി ഞാൻ അവിടെ പോലീസിനെ അയച്ചത് ക്യാൻസൽ ചെയ്യിച്ചു. മനസ്സിലായില്ലേ? എന്റെ ബാനറിന്റെ പേരും പറഞ്ഞ് അവൻ ഓഡിഷൻ നടത്തി. അതൊക്കെയാണ് അവനോടുള്ള വൈരാഗ്യം എനിക്ക് വന്നത്. ഓഡിഷൻ നടത്താൻ അത് ഞാൻ കലക്കി വിട്ടു. ഇപ്പം മനസ്സിലായി. എന്റെ 25 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഒരേ ഒരു പ്രാവശ്യം ഒരു തെറ്റ് സംഭവിച്ചു. എന്റെ മകളെ നായികയാക്കാമോ എന്ന് ചോദിച്ച ഒരു ലേഡിയോട് ഞാനൊന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടതല്ല, അവരിങ്ങോട്ട് പറഞ്ഞതാണെന്ന് വേണം പറയാൻ. അത് മറ്റൊന്നുമല്ല, അവരെ പരിചയപ്പെടുത്തിയ ഒരു കൊച്ചനിയൻ എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അവൻ കൊടകുകാരൻ ചെക്കന, കൊടക്. അപ്പൊ അവൻ വീഡിയോയില് പെൺകുട്ടിയൊക്കെ കാണിച്ചു. ശരി, നായികയാക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവനോട് എന്റെ വീട്ടിലെ അവസ്ഥ ഇച്ചിരി മോശമാണ്. അപ്പൊ ഒരു 3 വർഷം മുമ്പാണ്. അപ്പൊ അവൻ പറഞ്ഞു, സാർ ഇത്രയും ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ പറഞ്ഞു, നീ സിനിമയ്ക്ക് വേണ്ടി കുറെ പൈസയൊക്കെ കളയുന്നവനല്ലേ, എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാവടാ, ഇത്തിരി പൈസ തരാമെന്ന് ചോദിച്ചു. കടമായിട്ട് തന്നാ മതി. സാർ എന്റെ ഇപ്പൊ പൈസ ഒന്നുമില്ല, ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അവനുടനെ അവരെ വിളിച്ചു, എന്തൊക്കെയോ സംസാരിച്ചു. വെളിയിൽ പോയി എന്നാണ് സംസാരിച്ചത്. കുറച്ചു കഴിഞ്ഞ് അവരെന്നെ വിളിച്ചു, സാർ ഈ മോളെ അഭിനയിപ്പിക്കണമെങ്കിൽ അവിടെ തമിഴ്നാട് സിനിമാ ഫീൽഡിലുള്ള കാർഡ് എടുക്കണമെന്ന് ചോദിച്ചു, യൂണിയൻ കാർഡ്. ഞാൻ പറഞ്ഞു, എന്തിനാ കാർഡ് എടുക്കുന്നത്? നിങ്ങളെ മകളെ ജൂനിയർ ആർട്ടിസ്റ്റ് ആക്കണമാണോ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഇവിടെ കാർഡ് എടുക്കേണ്ടത്. പിന്നെ പെപ്സി യൂണിയൻ, നടികർ സംഘമൊക്കെ ഉണ്ട്, അവിടെ കാർഡ് എടുക്കണം. നിങ്ങളെ മകളെ നായികയാക്കാനല്ലേ പോകുന്നത്, അപ്പൊ എന്തിനാ കാർഡ്? അല്ല, അവൻ പറഞ്ഞല്ലോ കാർഡ് എടുക്കണമെന്ന്, അതിനൊരു 50,000 രൂപ ചെലവാകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. എനിക്ക് വേണ്ടി അങ്ങനെ ഒരു റൂട്ടിൽ കൂടെ അവരോട് പൈസ അറേഞ്ച് ചെയ്യാൻ അവൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അത് വേണ്ട, അങ്ങനെയല്ല. അവനോട് ഞാൻ ഇത്തിരി പൈസ സഹായം ചോദിച്ചിരുന്നു കടമായിട്ട്. അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചതാവൻ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സത്യം തുറന്നു പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, സാറിന് പൈസക്ക് ടൈറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, അതെ, ടൈറ്റ് ഉണ്ട്. ശരി, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? പറഞ്ഞ്, ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപ ഞാൻ കടമായിട്ട് ഞാൻ പിന്നെ തിരിച്ചു തരാം. മകൾക്ക് ശമ്പളം തരുമ്പോൾ അതിന്റെ കൂടെ ഈ പൈസയും തരും, ഇങ്ങനെയാണ് പറഞ്ഞത്. ശരി, അപ്പൊ എന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 8,000 രൂപയുള്ളൂ, ഞാൻ അത് ഇടാം എന്ന് പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ പണം ഞാൻ വാങ്ങിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ പൈസ അടുത്ത സിനിമയ്ക്ക് ക്യാമറ വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കും എന്നാണ് കണ്ടീഷൻ. പിന്നീട് ഈ കുട്ടിയെ ഞാൻ കോഴിക്കോട് വെച്ച് ഈ സംഭവം കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞാണ്. അപ്പൊ അവിടെ ഒരു ടീസർ ഷൂട്ട് ചെയ്താൻ പ്ലാൻ ചെയ്തു.
അതായത് സിനിമയ്ക്ക് മുമ്പായിട്ട് ഒരു ട്രെയിലർ ഇറക്കാനായിരുന്നു പരിപാടി. അപ്പോൾ ഈ കുട്ടിയെ ഞാൻ വിളിച്ചു, നായികയാണല്ലോ. വിളിച്ചപ്പോൾ അതിന്റെ അമ്മ പറഞ്ഞു, സാറേ മകളെ ഞാൻ അയക്കത്തില്ല. എനിക്ക് ഞാൻ എന്താ കാര്യം? അല്ല, ആ ചെക്കൻ ശരിയല്ല, എന്റെ മകളുടെ പുറമെ നടക്കുകയാണ്, അവന് പ്രേമിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ മകളെ അയക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അത് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് നിങ്ങളുടെ കാര്യം. ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്റെ ഒരു കടമയാണ് നിങ്ങളെ വിളിക്കേണ്ടത്. നിങ്ങൾ വന്നില്ല. പിന്നെ ആ പൈസ ഇപ്പൊ എന്നോട് ചോദിക്കരുത്, ഞാൻ സിനിമ ചെയ്യുമ്പോൾ തരും എന്ന് പറഞ്ഞു. ഇപ്പം മനസ്സിലായി. നിങ്ങളുടെ സിനിമ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം.